ഈ MRI പോലെയുള്ള ടെസ്റ്റുകൾക്ക് റെഫർ ചെയ്യുന്നതിലൂടെ ഡോക്ടേഴ്സ് കമ്മീഷൻ രൂപത്തിൽ വലിയ വരുമാനമാണ് നേടുന്നത്. ഈ വരുമാനത്തെ കുറിച്ച് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള ഒരു റെയ്ഡിന്റെ കഥയാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബംഗളൂരുവിലാണ് സംഭവം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബംഗളൂരുവിലെ 5 ഡയഗ്നോസ്റ്റിക് ലാബുകളും 2 IVF ക്ലിനിക്കുകളിലും റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡിനകത്ത് 1.4 കോടി രൂപയുടെ അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ക്യാഷും 3.5 കിലോഗ്രാം ഗോൾഡും ഫോറിൻ അക്കൗണ്ടുകളിൽ അടക്കമുള്ള നിക്ഷേപങ്ങളും കണ്ടെത്തുന്നുണ്ട്. ഇതെങ്ങനെയാണ് പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടേഴ്സ് ഈ ലാബുകളിലേക്ക് ഓരോ രോഗികളെ റെഫർ ചെയ്യുന്ന സമയത്ത് MRI പോലെയുള്ള സ്കാനിങ്ങുകൾക്ക് 35%, മറ്റു ടെസ്റ്റുകൾക്ക് 20% കമ്മീഷൻ ആയിട്ടാണ് നൽകുക. അത് ബാങ്കിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഏജന്റുകൾ വഴിക്കോ അല്ലെങ്കിൽ ഈ ലാബുകൾ നേരിട്ടോ ഡോക്ടേഴ്സിന് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സ് അത് ഇൻകം ആയിട്ട് കാണിക്കില്ല. ലാബുകൾ അത് അവരുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ കൺസൾട്ടിംഗ് ഫീ എന്നുള്ള രൂപത്തിൽ ഫേക്ക് ആയിട്ടുള്ള ഇൻവോയ്സുകൾ ഉണ്ടാക്കിയിട്ടാണ് അവർ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടരും നിയമത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ചുരുക്കം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഒരൊറ്റ ലാബിൽ നിന്ന് മാത്രം ഏകദേശം 200 കോടി രൂപക്ക് മുകളിൽ റഫറൽ ഇൻകം ആയിട്ട് ഡോക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.